ഒരു മീഡിയം ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു കിടിലൻ വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ஐந்தாறு நூற்றாண்டு வாழ்வோம் என் வாழ்வே மலர்களே മലകളെ ഇത് എന്ന കനവാ. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പട്ടിരിക്കാവ് പുളിയോറക്കണത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 3.5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഈ വീടിന് ഇൻബിൽഡ് ആയിട്ട് ഷീറ്റ് വർക്കോട് കൂടിയ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ചുറ്റും നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ കാർ പാർക്കിംഗ് ഏരിയ പോയിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് മുറ്റത്തായിട്ട് കാണാൻ പറ്റും. ഈ സൈഡിൽ നമുക്ക് EV വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലഗ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഡബിൾ ഡോർ ആണ് നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിന്റെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഹാളിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള നല്ല പാനലിംഗ് വർക്കോട് കൂടിയ ഒരു TV യൂണിറ്റ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ജനാല തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെയറിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് റാക്ക്, നമ്മളെ തിങ്സ് ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സെൽഫ് റാക്ക് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാളിൽ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കോട് കൂടി ഒരു വാഷ് ബേസിൻ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഷ് ബേസിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിൽ ഗ്ലാസിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു കബോർഡ് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ തിങ്സ് പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു കബോർഡ് തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കിച്ചൺ ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് നമ്മൾ ഇൻവേർട്ടർ ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കബോർഡ് വർക്ക് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ ഒരു വുഡ് ഫിനിഷിലുള്ള ടൈൽ വർക്കാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഗ്ലാസ് വർക്കിലുള്ള കബോർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ കിച്ചന്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂതന മോഡലിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ വാൾഡ്രോപ്പിന്റെ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ തന്നെ നമുക്ക് ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിലും വാട്ടർ ഹീറ്റർ ഒക്കെ ഇവര് ആൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവന്റെ സ്റ്റെയർ ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹാൻഡ് റെയിൽ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ സ്റ്റെയറിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള സെൽഫ് റാക്കും നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി 1ാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കോട് കൂടിയ വലിയൊരു TV യൂണിറ്റ് തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും നമുക്ക് കാണാൻ പറ്റും. ഈ ഹാളിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിന്റെ ഈ സൈഡിലെ ഡോർ തുറന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകുന്നതിനുള്ള ഒരു സ്റ്റെയർ കാണാൻ പറ്റും. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ. ഈ സ്റ്റെയറിന്റെ ഈ സൈഡിലായിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് കണക്ഷനും അതുപോലെ പവർ പ്ലഗും വേസ്റ്റ് വാട്ടർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനും നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിലെ ഈ ഡോറിൽ നിന്ന് നമ്മൾ നേരെ ആ ഡോറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബാൽക്കണിയിലും നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് നല്ല അത്യാവശ്യ സ്പേസും നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബെഡ്റൂമിൽ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ മറ്റു ബെഡ്റൂമുകളിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ടൈൽ വർക്കോട് കൂടിയ ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള 2 ജനാലകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ മറ്റു ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഈ ബെഡ്റൂമിലും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ടെറസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ടെറസ് മൊത്തം നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഇത്രയും നല്ലൊരു വീടിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.